Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് വെജിറ്റേറിയൻ ഇല്ല, ചീത്ത പറയല്ലേ, പക്ഷെ ചെയ്യാട്ടോ എന്നും പറയും. എന്നാലും ഒരു വാക്ക് തരുന്നതുകൊണ്ട് അത്രയും ഒരു സന്തോഷം കിട്ടുവാന്നേൽ നമുക്ക് അത്രയും നല്ലതല്ലേ. പക്ഷെ ഇന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പിക്ക് ഒരു ഗുണമുണ്ട്. എന്നാണെന്നറിയാവോ, ഇത് മഷ്റൂം ചെയ്യാൻ നോക്കും, പനീറിൽ ചെയ്യാൻ നോക്കും, പിന്നെ അന്നേൽ സോയയിൽ ചെയ്യാൻ നോക്കും. വെജിറ്റേറിയൻ ഏത് നമുക്ക് ഇഷ്ടപ്പെടുന്നത് ഏതാണോ അത്, വെജിറ്റബിൾസ് ആയാലും കോളിഫ്ലവർ, ഇതൊക്കെ ഇങ്ങനത്തെ കാര്യത്തിലായാലും ചെയ്യാൻ നോക്കും. അതുകൊണ്ട് ഓൾ ഇൻ വണ്ണാന്നു ചെയ്യാൻ പോകുന്നത്. ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു സ്പെഷ്യൽ റെസിപ്പിയാണെന്നു വെച്ചാൽ, ബേസിക്കലി ഞാൻ പറയുവാണെങ്കിൽ ഇത് ചെയ്യാൻ പോകുന്നത് ഒരു കറിയുടെ പേരെന്നാന്ന് വെച്ചാൽ മെഡ്രാസ് ചിക്കൻ. മെഡ്രാസ് ചിക്കൻ എന്ന് പറയുമ്പോൾ നമുക്ക് ബേസിക്കലി മലയാളികൾക്ക് വിചാരിക്കും അതിനകത്ത് ഒരുപാട് പുതിരായിലയും മല്ലിയിലയും അതിനകത്ത് അതെല്ലാം ഉണ്ടെന്നേ. പക്ഷെ അതൊന്നുമില്ല. പക്ഷേ എന്താ പറയുക, നമ്മൾ മലയാളി ആൾക്ക് കേരളക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണെന്നു ഞാൻ ഇന്നിവിടെ ഇത് ചെയ്യാൻ പോകുന്നത്. ഇത് കുറച്ചൊരു എന്താ പറയുക, ഒരു ചെറിയൊരു പ്രയാസം തോന്നുമായിരിക്കാം. അത് പക്ഷെ തോന്നൽ മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മളത് ചെയ്യുമ്പോഴത്തേനുണ്ടല്ലോ, പ്രാക്ടിക്കൽ വൈസ് അത് ഒത്തിരി എളുപ്പമാണ്. എന്നാന്ന് വെച്ചാൽ ഇതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം എന്നാന്ന് വെച്ചാൽ, ഈ ചിക്കനകത്ത് ഉള്ളി അധികം അരിയണ്ടേ. ഉള്ളി അരിയണ്ടെന്ന് പറയുമ്പോൾ തന്നെ എന്നാ ഒരാശ്വാസമാണെന്നറിയാവോ നമുക്ക്. വെച്ചാൽ അത് വീട്ടമ്മമാർക്ക് പറയുമ്പോഴേ ആ പ്രയാസം മനസ്സിലാവത്തുള്ളൂ, ഉള്ളി അരിയുന്ന ഒരു പാടെ. അപ്പോൾ ഇന്ന് ഇതിനകത്ത് വേണ്ടത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് അങ്ങനെ ഒന്നുമില്ല. തമിഴ്നാട് ആയതുകൊണ്ട് ഇനി അവിടുത്തെ ഫ്ലേവേഴ്സ് ഇതിനകത്ത് മിക്സ് ആവുമോ എന്നുള്ള പേടി വേണ്ട. ഇന്ന് നമുക്ക് വേണ്ടിയ റെസിപ്പിക്ക് വേണ്ടിയ സാധനങ്ങൾ എന്നാക്കിയാന്ന് വെച്ചാൽ, ഇപ്പം ഞാനിവിടെ എടുത്തേക്കുന്ന ബോൺലെസ് ചിക്കൻ ആന്നു. ഇത് ബോൺലെസ് തന്നെ വേണം എന്നില്ല, നമുക്ക് കഷ്ണമായാലും എല്ലാം ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഏതാന്ന് വെച്ചാൽ അത്. പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി നാരങ്ങ നീര്, പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ചത്, പിന്നെ അന്നേൽ കുറച്ച് മുളക് പൊടി, ഇച്ചിരി തൈര്, പിന്നെ വേണ്ടിയത് കുറച്ച് ഇന്ദുപ്പാണ്, ഇത് ബ്ലാക്ക് സോൾട്ട്, പിന്നെ വേണ്ടിയത് കുറച്ച് അയ്മോദകം, പിന്നെ കസൂരി മേത്തി, ഇച്ചിരി ഉപ്പ്, പിന്നെ കുറച്ച് ബട്ടർ വേണം. ഇത് ചെയ്യാൻ പോകുന്നത് വെജിറ്റബിൾ ഓയിലാന്നു, അതുകൊണ്ട് നമുക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ. പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി ജീരകം, കുറച്ച് പെരിഞ്ജീരകം, പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി പട്ട, പിന്നെ വേണ്ടിയത് കുറച്ച് ഗരം മസാല പൊടിച്ചതാണ്. ഇനി വേണ്ടിയത് കുറച്ച് കാപ്പിപ്പൊടി, പിന്നെ ഒന്നെങ്കിൽ ടൊമാറ്റോ എന്നാ പറയുക അരിഞ്ഞിടാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മിക്സിയിൽ അടിച്ചെടുത്താൽ മതിയേ. പിന്നെ കുറച്ച് വിനീഗർ. ഈ സോസ് എല്ലാവരും വീട്ടിലുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത് ഊസ്റ്റർഷയർ സോസാണ്. ഇതിന് മുന്നേ നമ്മളൊരു റെസിപ്പിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് മേടിച്ച് വെക്കണമെന്ന്. അതുകൊണ്ട് ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ എന്നാന്ന് വെച്ചാൽ ഇച്ചിരി മല്ലിയില. മല്ലിയില പോരാൻ തോന്നുവാന്നേൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടു. ഇതിനകത്ത് ഒരു കുഴപ്പവും വരികയില്ല. പക്ഷേ ഇന്ന് നമ്മൾ 3-4 ദിവസമായിട്ട് ഈ പറഞ്ഞുകൊണ്ട് കറിവേപ്പില തൊട്ട് കളിച്ചിട്ടില്ലാത്തതുകൊണ്ട് എൻ്റെ അടുക്കളയിൽ ഇന്ന് ഇച്ചിരി കറിവേപ്പില കുറവാണ്. എന്നെ സംബന്ധിച്ച് നോക്കുവാന്നേൽ ഇടാനായിട്ടും ഒട്ടുമിക്കതും പോരാ, എനിക്ക് അങ്ങോട്ട് തൃപ്തി പോരാത്തതുകൊണ്ട് ഞാൻ കറിവേപ്പില എടുത്തില്ല. മല്ലിയില മാത്രം അരിഞ്ഞ് വെച്ചേക്കുക. ഇടണമെന്നുണ്ടെങ്കിൽ ഇട്ടോളൂ, സ്വാദിന് ഒരു വ്യത്യാസവും വരികയില്ല. അപ്പോൾ ആദ്യം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ചിക്കൻ ഒന്ന് വേവിക്കണം. വേവിക്കാനായിട്ട് എന്നൊക്കെ അതിനകത്ത് ചേരണം എന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ ചിക്കൻ ഇടണം, പിന്നെ വേണ്ടിയത് കുറച്ച് നാരങ്ങാ നീര്, ഒരു ടീസ്പൂൺ നാരങ്ങാ നീര് ഒഴിച്ചു. പിന്നെ കുറച്ച് ഒരു 1.5 ടീസ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ചത്. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ആണെങ്കിൽ ഒരു 3/4 ടേബിൾ സ്പൂൺ ഇട്ടു.
വേണ്ടിയത് കുറച്ച് മുളക് പൊടി, പിന്നെ ഒരു ഇച്ചിരി തൈര്, നല്ല ലൂസ് തൈരല്ല, നല്ല കട്ടി തൈരാണേ. അതൊരു 2 ടേബിൾ സ്പൂണോളം ഒഴിച്ചു. ഇതിനകത്തോട്ട് ഇന്തുപ്പ് ഇടുമ്പോൾ ഒരുപാട് ഇടാൻ പാടില്ല, ഒരു ശകലം ഇട്ടേച്ചാൽ മതി. അതിന് ഉപ്പിൻ്റെ കോൺസെൻട്രേഷൻ ഭയങ്കര കൂടുതലാണ്. മാത്രമല്ല ഇതിനൊരു എന്നാ പറയുക, ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതായത് ഒരു പുകയുടെയൊക്കെ ഒരു ചുവ വരുവേ. അത് ഈ കറിക്ക് വേണം എന്ന് പറഞ്ഞ് നമ്മൾ പുകച്ച കറിയല്ല ഉണ്ടാക്കുന്നത്. ഒരു ആദ്യം നമ്മൾ ടിക്കായുടെ എല്ലാ റെസിപ്പീസും ചെയ്തതിന് ശേഷം വേണം കറി ഉണ്ടാക്കാനേ. അപ്പോൾ അത് നല്ലൊരു ടേസ്റ്റ് ഉള്ളൊരു കറിയാണ്. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നതിന് മുന്നേ നമ്മൾ ചെയ്തതാണ് ടിക്കായുടെ റെസിപ്പിയാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇനി ഒന്നുകൂടെ വേണമെങ്കിൽ ടിക്ക പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ ചിക്കനകത്ത് വേവിക്കുന്ന സാധനങ്ങൾ മാത്രം ഒന്ന് നോക്കി വെച്ചാൽ ടിക്ക ഉണ്ടാക്കാൻ നോക്കുവേ. ഇതിനകത്തോട്ട് ഒരു നുള്ള് അരിമോദകം, ഒരു നുള്ളെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ 4 വിരലേ കൊള്ളുന്ന അത്രയും വേണം, 5 വിരലേലും കൂടെ കൊള്ളുന്ന അത്രയും വേണം. പിന്നെ കുറച്ച് കസൂരി മേത്തി. ഉപ്പ് ഓൾറെഡി ഇട്ടിട്ടുണ്ട്, പക്ഷെ എന്നാലും ഒരു നുള്ള് ഉപ്പ് കൂടി ഇടുക. എന്നുവെച്ചാൽ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇതങ്ങോട്ട് കത്തിച്ച് വെച്ച് ഇറച്ചിയിൽ നിന്ന് ഇച്ചിരി വെള്ളം ഊറാനായിട്ട് നമ്മളൊരു നുള്ളു വെള്ളം ഒഴിച്ചു കൊടുക്കണേ. എന്നാൽ ഇതിന് ഇച്ചിരി ചാറ് വേണോന്ന് ചോദിച്ചാൽ വേണം താനും. കാര്യം എന്നാന്ന് വെച്ചാൽ ഗ്രേവി ഉണ്ടാക്കാൻ നേരത്ത് നമുക്ക് ഇതിന് ഇച്ചിരി ചാറുണ്ടേലേ നമുക്ക് എന്നാ പറയുന്നത് ഒന്ന് പെരട്ടി എടുക്കാനൊക്കത്തുള്ളൂ. ഉള്ളി ഇല്ലാത്തതുകൊണ്ടും നമുക്ക് ആ ഗ്രേവിക്കകത്ത് കുറച്ച് തിക്നെസ് വരണ്ടേ, അതിന് വേണ്ടിയിട്ട് ഇച്ചിരി വെള്ളം വേണ്ടിയതാണ്. ഒന്ന് ശകലം തളിച്ചു കൊടുത്തേച്ചാൽ മതി. അത് കഴിയുമ്പോൾ അതിൽ നിന്ന് തന്നെ ഇച്ചിരി അങ്ങ് ഊറുവേ. ചിക്കനിൽ നിന്ന് തന്നെ ഇച്ചിരി അങ്ങ് ഊറും. അതുകൊണ്ട് നമ്മൾ ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. ഒരു പേരിന് വെള്ളം വരാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ചിക്കന് നിറച്ച് വെള്ളമുണ്ട്. സാധാരണ എനിക്ക് ആ വെള്ളം നമ്മൾ കളയണ്ട, അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഇതിപ്പോൾ ഏകദേശം 3/4 വെന്തിട്ടുണ്ട്. ഇതിനെ അങ്ങോട്ട് ഓഫ് ചെയ്ത് വെച്ച് നെക്സ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി ഇതിനെ അടച്ചിടണ്ട. ഇനി നമുക്ക് ഇത് ടിക്ക ആക്കുവാണെങ്കിൽ ഇത് ഗ്രേവി ഫുൾ വറ്റിച്ചെടുക്കുക. അതല്ല ടിക്ക ആക്കണ്ട, നമ്മുടെ ഈ ഗ്രേവിക്ക് ഈ കറിക്കാക്കി എടുക്കുകയെന്നുണ്ടെങ്കിൽ ഈ ഗ്രേവി ഇങ്ങനെ വെക്കുക. അത് വറ്റിച്ചെടുത്ത് ടിക്ക ആക്കുവാണെങ്കിൽ ഇത് ഫുൾ വറ്റിച്ചെടുത്തേച്ച് സ്ക്യൂവറിനകത്ത് വെച്ച് ബട്ടർ തൂത്തേച്ച് ചുട്ടെടുത്തതാണ് നമ്മുടെ ടിക്ക എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ക്യാപ്സിക്കവും ഉള്ളി ഇതെല്ലാം വെച്ചേച്ച് വേണം ടിക്ക ആക്കാൻ. ബട്ടർ തൂത്ത് വേണം ഇത് വറുത്തെടുക്കാൻ. അതായത് വറുത്തെടുക്കുന്നത് നമ്മൾ പണ്ട് ഗ്രിൽ പാനെ വെച്ച് ചെയ്താൽ മതി. അതല്ല ഗ്യാസിൽ വെച്ച് ചുട്ടെടുക്കാൻ ഒക്കുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തേച്ചാൽ മതി. ഇപ്പം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് കംപ്ലീറ്റ്ലി ഞാൻ ഓഫ് ചെയ്തിട്ട് സെയിം പ്രൊസീജിയേഴ്സ്, അതായത് കുറച്ച് ബട്ടർ ഇട്ടേച്ച് ഒരു 3 ക്യൂബ് ബട്ടർ ഇട്ടിട്ടുള്ളൂ. ഇട്ടേച്ച് നമുക്ക് ഈ കഷ്ണം ഉണ്ടല്ലോ ഓരോന്നായിട്ട് ഒന്ന് ബ്രൗൺ ആക്കി വറുത്തെടുത്താൽ മതി. ഒരുപാട് വേണ്ട, ഒരു ബ്രൗൺ. ഗ്രേവി ഒട്ടും വേണ്ട, ചിക്കൻ മാത്രം ഇടുക. ഇനി ഇത് ഒന്ന് വറുത്തെടുക്കണം. വറുത്തെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചിക്കൻ ഫ്രൈ കൂട്ട് വറുത്തെടുക്കരുത്. ഒരു ബ്രൗൺ കളർ ഇതേപോലെ ഒരു ബ്രൗൺ കളർ അയച്ചാൽ മതി 2 സൈഡുവേ. ബട്ടറിലിട്ട് ഒന്ന് വറക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ് വരുന്നത്. വലിയ ഷെഫൊക്കെ ആണെങ്കിലും ഇങ്ങനെ ടോസ് ചെയ്തെടുക്കും. നമ്മളെ കൊണ്ട് അത് നോക്കുകയല്ല, നമ്മളൊരു പാവ അടുക്കളക്കാരിയല്ലേ. അന്നേരം പിന്നെ അതൊന്നും ചെയ്യാനൊക്കെ അറിയാൻ മേല കേട്ടോ, പഠിച്ചില്ല. ഇനി സാവധാനം അതുമെല്ലാം പഠിക്കണം. അതാണ് ഏറ്റവും എളുപ്പം. ഇങ്ങനെ നമ്മൾ പറഞ്ഞ കൂട്ട് വറുത്തെടുക്കാനാണേൽ
ഏറ്റവും എളുപ്പം മറിച്ച് ഇട്ട് പെട്ടെന്ന് വറുത്തെടുക്കാനാണെങ്കിൽ അങ്ങനെ ഷെഫൊക്കെ ചെയ്യുന്ന കൂട്ട് ചെയ്തേച്ചാൽ മതി. ഇച്ചിരി മൊരിഞ്ഞു വരുന്നുണ്ട്. മൊരിഞ്ഞ വശത്ത് മറിച്ചിട്ടേച്ചാൽ മതി. ഒരുപാട് മുരിച്ച് കളഞ്ഞേക്കല്ല, എന്നാൽ സ്വാദ് അങ്ങ് പോവേ. ഒരുപാട് ബട്ടർ ഇട്ട് മുരിച്ചെടുക്കാനായിട്ട് നമ്മൾ ഒരുപാട് ബട്ടർ ഇട്ട് ശ്രമിക്കുകയും ചെയ്യല്ല. ആ 3 ക്യൂബ് മതിയാവും. പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ വറുക്കുന്ന കൂട്ട് എല്ലാം കൂടെ ഈ 3-4 കഷ്ണം ഇട്ട് അങ്ങനെ വറുത്താൽ പിന്നെയും നമ്മൾ എന്നാ ചെയ്യണം, ബട്ടർ ഇടേണ്ടി വരും. അങ്ങനെ വേണ്ട. ഇത് കുഞ്ഞു പീസ് ആയതുകൊണ്ട് എത്രത്തോളം നമ്മുടെ പാനെ കൊള്ളുവോ അത്രയും അങ്ങ് ഇട്ടേച്ച് ഒന്ന് മൊരിച്ചെടുത്താൽ മതി. ടേസ്റ്റ് കുറച്ചുകൂടെ നല്ലതായിട്ടൊക്കെ ഒന്ന് വേണമെന്ന് തോന്നുകയാണെങ്കിൽ ബട്ടർ ഇടാം. പക്ഷെ വേണ്ട, ഇത്രയും ബട്ടർ തന്നെ മതിയാവും. കാരണം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന വെജിറ്റബിൾ ഓയിലിലിട്ട് ആ ഓയിൽ ഒഴിക്കുമ്പോൾ കുറച്ച് കൂടുതൽ വേണം. കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മൾ ചേർക്കാൻ പോകുന്ന പൊടിയെല്ലാം ഉണ്ടല്ലോ ഒരു ഇച്ചിരി മൂക്കാനുള്ളതാണ്. അതുകൊണ്ട് എല്ലാം കൂടെ ബട്ടറും എണ്ണയും എല്ലാം കൂടെ ആകുമ്പോഴത്തേനുണ്ടല്ലോ നമ്മുടെ ആരോഗ്യത്തിന് അത്ര നല്ലതല്ല. ഇനി ഈ സെയിം പാനയിൽ ഇച്ചിരി എണ്ണ അങ്ങോട്ട് ഒഴിച്ച് വെച്ച് ജീരകത്തിൻ്റെ ചുവ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ കടുകിടാമോ എന്ന് ചോദിച്ചാൽ ഇടുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്നാലും നമ്മൾ ഇത്രയും കറികളെല്ലാം വെച്ച് വെച്ചുണ്ടല്ലോ അതിനകത്ത് നമ്മൾ ജീരകം എല്ലാം ചേർത്തിട്ടുണ്ട്. പക്ഷെ ഒരുപാട് ചേർത്തിട്ടില്ല. നമ്മൾ മലയാളികൾക്ക് ഒരുപാട് ജീരകം ഇടുന്ന ഇഷ്ടപ്പെടുകയില്ല. അന്നേരം എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ പേരിന് ആ ജീരകത്തിൻ്റെ ഒരു ഫ്ലേവർ വരുമെന്നാലും വേണം. അതുകൊണ്ട് എന്നാ ചെയ്യണം, ഇച്ചിരി ഒരു നുള്ളോ എന്നേലും ഇട്ടേച്ചാൽ മതി. ഈ പറയുന്ന എനിക്ക് അന്നേലും ജീരകം ഒത്തിരി കൂടി കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുകയില്ല. അന്നേരം എന്നാ ചെയ്യും, എന്നാൽ ഫ്ലേവർ കിട്ടാനായിട്ട് ഞാനൊരു ശകലം ഇടാവേ. ഇത് നമ്മൾ കടുകൊക്കെ ഇടുകയില്ല എന്ന് പറഞ്ഞ കൂട്ട് ഒരു ഇച്ചിരി. ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കൂടുതൽ പെരിഞ്ചീരകം ഇട്ടോളൂ, എന്നാലേ ആ മസാലയുടെ ഒരു ഫ്ലേവർ വരത്തുള്ളൂ. തീ അങ്ങോട്ട് കുറച്ച് വെച്ച് ഒരു കഷ്ണം പട്ട ഇട്ടേച്ചാൽ മതി, ഒരുപാട് ഇടണ്ട. ഇതിൻ്റെ കൂടെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി. നേരത്തെ 1/4 ടീസ്പൂൺ ഇട്ടായിരുന്നു, ഇപ്പോഴും 1/4 ടീസ്പൂൺ. അപ്പം മൊത്തം ഒരു 1.5 ടീസ്പൂണാണ് മൊത്തം വേണ്ടിയത്. ഇഞ്ചിയും വെളുത്തുള്ളി ഇടുമ്പോൾ ഒരു ഇച്ചിരി പ്രയാസമാണ്. എല്ലാം കൂടെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങും. അതുകൊണ്ട് അധികം അടുത്തോട്ട് നിന്നുകൊണ്ട് അടുത്ത ഇൻഗ്രീഡിയൻ്റ് ഇടരുത്, കുറച്ച് ദൂരെ നിന്നുകൊണ്ട് ഇട്ടോണം. ഇതിനകത്ത് ഒരു ഇച്ചിരി ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കുറച്ച് ഒരു 2 നമ്മൾ ഇതിനകത്ത് ഇട്ട മുളക് പൊടി പോയിട്ട് ബാക്കി എത്ര എരിവ് വേണമെന്ന് വെച്ചാൽ അത് കണക്കാക്കി ഇട്ടു. ഞാനൊരു 2 ടീസ്പൂൺ ഇടുക. ഇതൊന്ന് മൂത്തേച്ച് അടുത്തതിടാം. ഇത് എണ്ണയൊക്കെ നല്ല ചൂടായി ഇരിക്കുവാന്നു, അതുകൊണ്ട് ഒരുപാട് നേരം ഒന്നും എടുക്കുകയല്ല ഇത് മൂക്കാനായിട്ട്. വേണ്ട, ഇപ്പം തന്നെ ഇത് നല്ല മൂത്ത് കഴിഞ്ഞേ. ഇതിനകത്തോട്ട് എത്രയാണെന്നറിയാം കാപ്പിപ്പൊടി ഇടേണ്ടത്, ഒരുപാടൊന്നും ഇട്ടേക്കരുത്. ഒരു 1/4 ടീസ്പൂണോളം, അതിൻ്റെ ഒരു ഫ്ലേവർ മാത്രം വന്നാൽ മതി. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇച്ചിരി നാരങ്ങാനീര്. പുളി ശ്രദ്ധിച്ചോണം, ടൊമാറ്റോ ചേർക്കുന്നതാ. ഈ നേരം ഒന്നും ഒരുപാട് തീ കൂട്ടണ്ട, ചിലപ്പം പൊടിയെല്ലാം കൂടെ മണ്ടയിൽ കയറി വെച്ച് ചുമയ്ക്കാനും തുമ്മാനും തുടങ്ങും. ഇത് ഇച്ചിരി ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ടൊമാറ്റോ പ്യൂരെ മുഴുവൻ ഒഴിക്കണേ. ഇനിയാന്നു പണി. ഈ ടൊമാറ്റോയുടെ വെള്ളം മുഴുവനും ഒന്ന് പോയി എന്നാ പറയുക, ഗ്രേവി ആയിട്ട് നല്ലതായിട്ടൊന്ന് ചേരണം. ഉപ്പിടുമ്പോൾ ഇവിടെ ഇച്ചിരി വേണമെങ്കിൽ ഇട്ടോ. കാര്യം എന്നാന്നോ, ഇതിനകത്ത് ഇച്ചിരി ഉപ്പുണ്ട് നമ്മുടെ ഗ്രേവിക്കകത്ത്, ചിക്കനകത്ത് ഉപ്പ് പിടിച്ചു കഴിഞ്ഞു. പക്ഷെ എന്നാൽ ഈ ചേർത്ത ഗ്രേവിക്ക് ഉണ്ടല്ലോ ഉപ്പ് കുറവായിരിക്കും. അതുകൊണ്ട് എന്നാ ചെയ്യണം, ഇത്രയും കാണുന്ന ഈ ഗ്രേവി ഉണ്ടല്ലോ അതിന് മാത്രമായിട്ട് ഒരു ഇച്ചിരി ഉപ്പ് ചേർത്തു. ഞാനൊരു നുള്ളേ ചേർക്കുന്നുള്ളൂ, പിന്നെ ആന്നേലും വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതിയല്ലോ.
സമയത്ത് ഒരു ഇച്ചിരി വിനീഗർ, ഒരു എന്നാ പറയുക, നമ്മുടെ വിനീഗറിൻ്റെ അടപ്പിലാന്നേൽ ഒരു അര അടപ്പ് ഒഴിച്ചാൽ മതിയാവും. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ഇച്ചിരി സോസ്, ഒരുപാടല്ല, ഒരു ശക്കല. ഇതിനും പുളിയുള്ള കൂട്ടത്തിലാണ്, അതുകൊണ്ട് സ്പ്ലാഷ് ഓഫ് സോസിനെ ഞാൻ പറയത്തുള്ളൂ. അതായത് ഒന്ന് കുടഞ്ഞെടുക്കുന്ന അത്രയും മതി. ഇത്രയും ഇട്ടേച്ച് നമ്മൾ ആദ്യം ഒഴിച്ച എണ്ണയുണ്ടല്ലോ, അതൊന്ന് തെളിഞ്ഞു വരുന്നിടം വരെ നമ്മൾ ഇടണം. ഇത്രയും ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ചേർത്ത് കഴിഞ്ഞു. അപ്പം എന്നാ ചെയ്യേണ്ടത്, ഫസ്റ്റ് ഒരു സ്പൂൺ നമ്മൾ ഈ ഗ്രേവി ഉണ്ടല്ലോ അത് ചേർത്ത് പോണേ. ആ ഗ്രേവി ഒന്ന് പറ്റി കഴിയുമ്പോഴത്തേക്കും അടുത്തത് ചേർക്കാം. രണ്ട് പ്രാവശ്യം ഗ്രേവി ചേർത്ത് കഴിഞ്ഞ് ആ ഗ്രേവി ഫുൾ ഇതേ പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇതിനകത്തോട്ട് ഇടുക. ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഞാൻ മല്ലിയില അടുത്തോട്ട് വെക്കുവാണ്. അതെന്നാന്നോ, കറിവേപ്പിലയുടെ ഒരു കോട്ടം ഇതിനകത്ത് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇച്ചിരി ഇട്ട് കൊടുക്കുവേ. ഇത് എൻ്റെ ഇഷ്ടമാണ്, ലാസ്റ്റ് ഇട്ടാൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ടേച്ചാൽ മതി. ഇപ്പം ഇതേ സൈഡിലൊക്കെ എണ്ണ തെളിഞ്ഞു വരുന്നുണ്ട്. അപ്പം ഞാൻ നെക്സ്റ്റ് അടുത്ത സ്പൂൺ 2 സ്പൂൺ ഒഴിക്കുക. ഇനി ഇത് ഫുള്ള് തിളച്ച് അടുത്ത എണ്ണ തെളിയുമ്പോഴത്തേക്ക് നമുക്ക് ആ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇത് കേട്ടോ, അടുത്ത എണ്ണ അങ്ങോട്ട് തെളിഞ്ഞു കഴിഞ്ഞു. ഇനി എന്നാ തീ അങ്ങോട്ട് കുറച്ച് വെച്ച് ഈ ചിക്കൻ ഇതിനകത്തോട്ട് ഇട്ടേച്ച് നമ്മുടെ അടുക്കളയിൽ ഒരു ഇച്ചിരി പണി വരും. കാര്യം എന്നാണെന്നറിയാമോ, ഇത് തിളയ്ക്കുന്ന സമയത്ത് ആ ബബിൾസ് ഉണ്ടല്ലോ ഇങ്ങനെ തെറിച്ച് അടുപ്പിന് ചുറ്റുമാവേ. നമുക്കിത് കാണുമ്പോഴത്തേനും എന്നാ ദേഷ്യം വരുമെന്നറിയോ. കാര്യം നമ്മൾ തന്നെയല്ലേ അടുക്കള വൃത്തിയാക്കാനുള്ളത്. ബാക്കി ഇരുന്ന ഗ്രേവിയും കൂടെ ഞാൻ ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. അന്നേച്ച് തീ കൂട്ടുക. തീ കൂട്ടിയിട്ട് ഇത് നല്ലതായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ തീ നല്ലതായിട്ടൊന്ന് കുറച്ച് വെച്ച് ഇനി കുറച്ച് നേരം ഇതിനകത്ത് തന്നെ ഇരുന്ന് ചിക്കൻ ഒന്ന് ആ ഫ്ലേവേഴ്സ് എല്ലാം കൂടെ ഒന്ന് ചേർന്ന് പിടിക്കണം. മുഴുവൻ മല്ലിയിലയോ കറിവേപ്പിലയോ ഒന്നും ഇട്ടേക്കരുത്, കുറച്ച് വെച്ചേക്കണം. കാര്യം എന്താണെന്നറിയോ, കറി ആയി കഴിയുമ്പോഴത്തേക്ക് ഇച്ചിരി ഇടുമ്പോൾ ആ കറി കാണാൻ തന്നെ ഒരു ശേലാന്നേ. ഇനി ഇതിനകത്ത് ഒരു ജോലിയില്ല, ഇതിനി ഇച്ചിരി നേരം ഒന്ന് അടച്ചു വെക്കുക. അത് നല്ലതായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ലോ ഫ്ലെയിമേ വെച്ച് ചിക്കൻ ഒന്നുകൂടെ വേവാൻ സമ്മതിക്കുക. ഗ്രേവിയുടെ എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ടൊമാറ്റോ പ്യൂറി ബാക്കി പൊടിയെല്ലാം ചേർക്കുന്ന കണക്കാക്കി വേണം ഗ്രേവി നോക്കാനായിട്ട്. പിന്നെ നമ്മൾ ആദ്യം വേവിച്ച ഇറച്ചിയുടെ ചാറ് ചേർക്കുന്ന പോലെ ഇരിക്കും നമ്മുടെ ഗ്രേവി കിട്ടുന്നത്. ഇതെല്ലാം കണക്കാക്കി വേണം ഇതിനകത്ത് വെള്ളം ഒഴിച്ച് നമ്മൾ ചേർക്കാനായിട്ട്. പിന്നെ തീ കൂട്ടുവാന്നേൽ ഗ്രേവി ഒന്നും കിട്ടുകയില്ല, പറ്റിപ്പോവേ ഉള്ളൂ. പിന്നെ പെരണ്ട് കിട്ടുകയില്ല. സെമി ഗ്രേവി ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ തിളച്ച് കഴിഞ്ഞാൽ തീ നല്ലതായിട്ട് അങ്ങ് ഓഫ് ചെയ്യുക. ഞാൻ ഇതിൻ്റെ കൂടെ നമ്മുടെ മെഡ്രാസ് ചിക്കൻ്റെ കൂടെ കൊടുക്കാൻ പോകുന്ന ചപ്പാത്തിയായിരുന്നു. അതിൻ്റെ കൂടെ ഒരു സാലഡ് ഉണ്ട്. ചപ്പാത്തി ആയതുകൊണ്ട് ഒരു സാലഡ് ഞാൻ കരുതിയേക്കുക. ഇന്നിപ്പോൾ നമ്മൾ ചെയ്തേക്കുന്ന കുറച്ച് സ്പൈസിയാണ്. ഇത് സ്പൈസി അല്ലാതെ ചെയ്യാൻ നോക്കും. കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ആ സ്പൈസി ഇല്ലാതെ കൊടുത്തേച്ചാൽ മതി. അന്നേരം എന്നാ ചെയ്യണം, നമ്മുടെ മുളക് പൊടിയുടെ അളവൊക്കെ ഒന്ന് കുറച്ചേച്ചാൽ മതി. നമ്മൾ ഗസ്റ്റിൻ്റെ കാര്യം ഈ മെഡ്രാസ് ചിക്കൻ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ പറയാൻ മറന്നുപോയേ. പക്ഷേ ഇന്ന് വരാൻ പോകുന്ന ഗസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഇപ്പോൾ എന്നാ പറയുക, ഇപ്പോൾ അറ്റ് പ്രസൻ്റ് ആയിട്ട് നമുക്ക് ഭയങ്കര സൂപ്പർ ഹിറ്റ് ആയിട്ട് നടക്കുന്ന ഒരു ഫിലിമുണ്ട്. ഏതാണെന്നറിയോ, രക്ഷാധികാരി ബൈജു ഒപ്പ് എന്ന് പറയുന്ന സിനിമ കാണാത്ത ഒരു യൂത്തും ഇന്ന് ഇല്ല. എനിക്ക് തോന്നുന്നു എല്ലാവരും ഒട്ടുമിക്ക പേരും കണ്ടേക്കുമൊക്കെ. അതിനകത്ത് അഭിനയിച്ചേക്കുന്ന മൂന്ന് പ്രധാന ക്യാരക്ടേഴ്സ് ചെയ്തേക്കുന്ന ആൾക്കാർ ഇവിടെ വന്നേക്കുന്ന. വൺ ഇസ് ദീപക്,
വൺ ഈസ് ശ്രീധന്യ. ശ്രീധന്യ നമുക്ക് നല്ലോണം നേരത്തെ അറിയാവുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ അടുക്കളയിൽ എന്താ പറയുക പുതുമയൊന്നുമില്ല. പിന്നെ കൃഷ്ണ എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. അപ്പോൾ ഇവരെ രണ്ടുപേരാണ് നമുക്ക് കൂടുതൽ പരിചയപ്പെടാനുള്ളത്. ശ്രീധന്യയെ പറ്റി നമ്മൾ എന്നാ പറയുക, നമ്മുടെ വീട്ടിലെ ആളാണെന്നോ നമ്മുടെ ആളാണെന്നോ അതിനോട് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട. കൂടുതൽ നമ്മൾ ഇതിന് മുന്നേ പരിചയപ്പെട്ടതാ. അതുകൊണ്ട് നമ്മുടെ ഈ ഗസ്റ്റിന് ഇത്രയും ഹിറ്റ് ഒരു പടത്തിൻ്റെ ഒരു സന്തോഷത്തിൽ നമ്മുടെ അടുക്കളയിലേക്ക് വരുമ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മൾ ഇത് മാത്രം പോരാ, അല്ലെ ഒരു ജ്യൂസ് എങ്കിലും ഉണ്ടാക്കാമായിരുന്നു. പക്ഷെ എന്നാ പറയാനല്ല, നമ്മുടെ നേരമില്ലാഞ്ഞ്. അതുകൊണ്ട് ഇന്ന് എൻ്റെ ഫ്രിഡ്ജിൽ ഇച്ചിരി ജ്യൂസ് ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ അത് നമ്മുടെ ടേബിളിൽ ഒന്ന് സെർവ് ചെയ്തോട്ടെ. അവർ വരുന്നതിന് മുമ്പ് ടേബിളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. ഇതിവിടെ ഇരിക്കട്ടെ, ഞാൻ ഒന്ന് സെർവ് ചെയ്തിട്ട് വരാം. ഹലോ 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 ഹലോ, ഹൗ ആർ യു? I am good. ഇതൊരു പുതിയ കുഞ്ഞാ അല്ലേ? ഹലോ. ഒരാളെ മാത്രം കെട്ടിപ്പിടിക്കുമ്പോൾ അടുത്താൾക്ക് വിഷമാവൂല്ലേ? നമ്മൾ കെട്ടിപ്പിടിക്കൊന്നുമില്ല, പരിചയപ്പെടുത്തിയ എന്റെ പ്രേക്ഷകർക്ക്. ഇല്ല, എന്നാടോ എന്റെ അടുക്കളയിൽ ഇങ്ങനെ കേറി വന്നേച്ച് പുതിയ ആൾക്കാരാ. ശ്രീധന്യ, യു ആർ സോ ഫെമിലിയർ ടു ദാറ്റ്. ഞാൻ ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു ഭക്ഷണം തരുന്നല്ലേ. അത് വിട്ടേച്ച് പുതിയ അതിഥികളെ ഒന്ന് പരിചയപ്പെടുത്തണ്ടേ? ഞാൻ പരിചയപ്പെടുത്തു. ഓക്കെ, ഇത് ദീപക്, രക്ഷാധികാരി ബൈജു ഒപ്പ് എന്ന സിനിമയില് മനോജ് എന്ന് പറഞ്ഞ ഒരു പ്രധാന കഥാപാത്രത്തിനാണ് ദീപക് അവതരിപ്പിച്ചിരിക്കുന്നത്. ഭയങ്കര നാച്ചുറൽ ആയിട്ട് ഫ്ലേർട്ട് ചെയ്യുന്നതും എല്ലാം നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് മനോജ്. ദീപക്, മനോജാണ് ക്യാരക്ടർ. ഇത് കൃഷ്ണ, സിനിമയില് ശ്രീകല അപാര അഭിനയാണ്. നമുക്ക് തോന്നില്ല കേട്ടോ, ഒരു എന്താ പറയാ ഒരു ആർട്ടിസ്റ്റ് ചെയ്യണ അങ്ങനെയല്ല, ഒരു ശരിക്കും ആ ക്യാരക്ടറിനെ നമുക്ക് അവിടെ ഫീൽ ചെയ്യും സിനിമയില്. രണ്ടുപേരും കൃഷ്ണയില്ല ദീപക്കും ഇല്ല. ഇപ്പൊ ശ്രീധന്യ ഇൻട്രൊഡ്യൂസ് ചെയ്തേ, എനിക്ക് അവിടെ ഒരു കാര്യമുണ്ട്. ഇനി ഒരു കാര്യം ചെയ്യാം, ശ്രീധന്യ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ലേ? ഞാൻ ശ്രീധന്യ അമൃതയിലെ കുടുംബത്തിലെ ഒരാളായിരുന്നു. പിന്നെ ഞാൻ വന്നതല്ലേ കിച്ചണിൽ ഒരിക്കൽ. പക്ഷെ ഇപ്പോഴും ആളാന്ന് കേട്ടോ. ആളായതുകൊണ്ടാണല്ലോ എന്റെ അടുക്കള തന്നെ കൂടെ വന്ന് ഞങ്ങളുടെ ഒക്കെ വിശേഷമൊക്കെ അന്വേഷിക്കുന്നത്. അതുകൊണ്ട് സന്തോഷമുണ്ട്. പിന്നെ ദീപകിനെ പറ്റി ഇൻട്രൊഡക്ഷൻ തന്നല്ലോ. അതിനകത്ത് ശ്രീധന്യ ഇൻട്രൊഡക്ഷൻ തന്ന എങ്ങനെയാണെന്നറിയോ? മനോജ് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറാ ചെയ്തേ. ഭയങ്കര നാച്ചുറൽ ആയിട്ട് ഫ്ലേർട്ടിംഗ് ഒക്കെ നല്ലതായിട്ട് അഭിനയിച്ചെന്ന്. ഭയങ്കര നാച്ചുറൽ ആയിട്ട് അഭിനയിച്ചു അല്ലേ? ഞാനത് വിശ്വസിക്കട്ടെ? അല്ലേ ഇവരോട് ചോദിക്കുന്നത്. ശരിക്കും അതിനകത്ത് ഒരു ഭയങ്കര യൂത്ത് ഒക്കെ ക്ലബ്ബ് ഫോം ചെയ്യുന്നതും ഒക്കെ ഉണ്ടല്ലേ, ഒരുപാട് കാര്യങ്ങൾ നാട്ടില്. അതായത് ഞാൻ കണ്ണൂരാണ്, കണ്ണൂർ അഴീക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പൊ നമ്മുടെ നാട്ടിൽ പരിചയമുള്ള ഒരു ക്യാരക്ടറാണ് ശരിക്കും. ഞാനൊക്കെ ഏകദേശം അതുപോലൊക്കെ തന്നെയാണ്. ഫ്ലർട്ടിംഗ് പരിപാടി ഒന്നും ഇല്ലെങ്കിലും ഒരു മിനിറ്റ്, ഇത് എത്ര ഇല്ല, എന്താന്ന് വെച്ചാ ആണ്, ശരിയാണല്ലോ. അപ്പൊ നമുക്ക് പരിചയമുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും. അപ്പൊ വൈകുന്നേരം ഗ്രൗണ്ടിൽ പോയി കളിക്കാം, ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഗ്രൗണ്ടിന്റെ അടുത്ത് ഒരു വീടുണ്ടാവും, ചിലപ്പോ ഒരു പ്രണയം ഉണ്ടാവും. അത്യാവശ്യം കാണാൻ ഭംഗിയുള്ള കുട്ടിയാണെങ്കിൽ ചെറിയൊരു പ്രണയം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ക്യാരക്ടറാണ്. ഓക്കെ, അപ്പൊ വീട്ടിൽ സ്ഥലത്ത് അങ്ങനെ ഒരാളോ ഇല്ല? നിങ്ങളുടെ സ്ഥലത്താരും അല്ല. അപ്പൊ ആ വിശേഷം ഞാൻ ഇപ്പൊ ചോദിക്കല്ല. ഇപ്പൊ കുറച്ച് കഴിയുമ്പോ ഞാൻ 2-3 ചോദ്യം ഇട്ടിട്ട് ഇങ്ങോട്ട് വിളിച്ചു. ഇല്ല, ഞങ്ങളുടെ സ്ഥലത്ത്, അതായത് ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമുണ്ട്, ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം, അപ്പുറത്തും കുട്ടികളൊന്നുമില്ല. അത് മാത്രം സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു. മോടെ വീട് എവിടെയാ? എന്റെ വീട് മൂവാറ്റുപുഴ. ഓക്കെ, എനിക്ക് പരിചയമുള്ള നാടാണല്ലോ. ചേച്ചിയുടെ കസിനുണ്ട്. ഒരുപാട് വിശേഷങ്ങൾ ഉണ്ടല്ലോ. അതാണ് ഈ മൂവാറ്റുപുഴ എന്ന് പറയുമ്പോ ആരെങ്കിലും ഒക്കെ എനിക്ക് കാണും, അവിടെ പരിചയം കാണും. ഇതൊന്നും ഇങ്ങനെ നിന്നാ പറ്റില്ല കുഞ്ഞ്, ആകാംക്ഷ കൊണ്ട് എനിക്ക് വയ്യ. നമുക്ക് അങ്ങോട്ട് പോവാം, വരും. പിന്നെ ഉറപ്പല്ലേ. കുശലം പറയുന്നത് എന്നെ പറ്റി എന്നേലും പറഞ്ഞാന്നോ? പിന്നെ ഷെയറിന് ആക്ഷൻ കൂടുതലാന്ന് സ്വഭാവം പോലെയാന്നോ? ഇതുവരെ കസരക്ക് അല്ല, എനിക്ക് ഇങ്ങനെ വർത്താനം പറയുന്ന ആൾക്കാരോട് ഭയങ്കര ഇഷ്ടമാണ്. ഇനി പറഞ്ഞ മോളെ മൂവാറ്റുപുഴയില് ചേച്ചിയുടെ ആന്റി ഹോസ്പിറ്റലില് അവിടെ ഞാൻ ജനിച്ചത്. അപ്പൊ എന്റെ ഫാമിലി ഡോക്ടറാണ്. ആന്റിയും അങ്കിളും ഒക്കെ. അങ്കിളും. ഓക്കെ,
ഓ എനിക്ക് ഇച്ചിരി ക്രെഡിറ്റോടുകൂടി ഇരിക്കാം, എന്റെ സന്തോഷമുണ്ട് എനിക്ക്. അപ്പൊ അവര് സെറ്റായി. പിന്നെ ഞങ്ങൾ ഈ പറഞ്ഞ ഭൂമിയിൽ ജനിപ്പിച്ചു വിട്ടത് എന്റെ ആന്റിയാന്ന് പറയുന്നത് എനിക്ക് എന്നാ ക്രെഡിറ്റ് ആണോ. പിന്നെ മോക്ക് ഈയിടെ എന്ന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് 2010 ജാനകി എന്ന് പറയുന്ന ഫിലിമിന്. ജാനകി. MG ശശി സാറ് ഡയറക്ട് ചെയ്ത ഫിലിം. ഓക്കെ, അതിന്റെ വിശേഷമൊക്കെ ഒന്ന് പറഞ്ഞു. ഞാൻ 6th പഠിക്കുമ്പോൾ ചെയ്ത, ജസ്റ്റ് ഇങ്ങനെ പത്രത്തിൽ പരസ്യം കണ്ട് ഫോട്ടോയും ബയോഡാറ്റ അയച്ചു കൊടുത്ത് അങ്ങനെ വിളിച്ചതാ. അവിടെ ചെന്നപ്പോഴറിയണേ ജാനകി മെയിൻ റോളായി ചെയ്യണേ. ഇഷ്ടമായിരുന്നോ അഭിനയിക്കാനൊക്കെ? ഞാനന്ന് 6th പഠിക്കുമ്പോൾ എനിക്ക് അഭിനയം എന്താ ക്യാമറ എന്താ ഒന്നും അറിയില്ലായിരുന്നു. അപ്പൊ അവിടെ ചെന്ന് അവര് പറഞ്ഞു തന്നു ജാനകി ആവാൻ കുറെ തയ്യാറെടുപ്പുകളുണ്ടായിരുന്നു. ഫോട്ടോ ആരാ അയച്ചു കൊടുത്തേ? അത് അച്ഛനും അമ്മയും ഞങ്ങള് ഫോട്ടോഷൂട്ട് ഒരു ചെറിയൊരു ഇത് നടത്തിയിട്ട് ആ ഫോട്ടോസ് അയച്ചു കൊടുക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെ പോയതാ അല്ലേ? ഓക്കെ, അപ്പൊ ഇത്രയും വലിയ ക്യാരക്ടർ കിട്ടിയപ്പോ സന്തോഷായി. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇത്രയും വലിയൊരു ക്യാരക്ടർ കിട്ടാന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ് അവാർഡ് വിന്നറാ. അത് മാത്രല്ല ഇപ്പൊ ഇറങ്ങിയ പടത്തിൽ രക്ഷാധികാരി ബൈജു ഒപ്പ് അല്ലേ? അതന്നെ ഈ ഒപ്പ് എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിന്റെ കൂടെ ഒപ്പൊന്നും കൂടെ വെച്ചേ. സാറ് പറയുന്നത് വെച്ചാൽ ബൈജു ആണ് അതിന്റെ ഒപ്പ്, അതായത് രക്ഷാധികാരി ബൈജു, എല്ലാത്തിന്റെയും രക്ഷാധികാരി ബൈജു പേരാണ് ഒപ്പ്. ഓ ഓക്കെ, മനസ്സിലായില്ലല്ലോ. ഇല്ല, മനസ്സിലായില്ല. നമ്മളിങ്ങനെ എഴുതില്ലേ, നമ്മള് രക്ഷാധികാരി അത് കഴിഞ്ഞിട്ട് നമ്മള് സൈൻ ഇട്ടിട്ടാണ് അതിന്റെ അടിയിലാണ് പേര് എഴുതണത്. അപ്പൊ ബൈജു എന്നുള്ള പേര്. ഓക്കെ ഓക്കെ ഓക്കെ, ഒപ്പാണ് സൈൻ. അപ്പൊ ഞാൻ രക്ഷാധികാരി ബൈജു മാത്രം പറഞ്ഞാ മതിയാ? രക്ഷാധികാരി ബൈജു എന്ന് പറഞ്ഞാ മതിയാ? അത് പറഞ്ഞാൽ സാർ സമ്മതിക്കില്ല. ബൈജു എന്നുള്ളത് ഒപ്പാണെന്ന്. എനിക്ക് കൺഫ്യൂഷൻ ആയിട്ടോ, മൊത്തം കൺഫ്യൂഷനായി. എന്തായാലും ഒരു കാര്യം പറയൂ, ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. അപ്പൊ ഇത്രയും സമ്മതിക്കില്ല ഒപ്പ് എന്നൊക്കെ പറഞ്ഞേ പറ്റുള്ളൂ എന്ന് പറഞ്ഞല്ലേ, ഈ ടൈറ്റിൽ എങ്ങനെ ഇദ്ദേഹം കണ്ടുപിടിച്ചേ? ഈ സ്റ്റോറി ബേസ്ഡ് ആയിട്ടാണോ? എനിക്ക് തോന്നുന്നു സിനിമ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയ്ക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള പേര് രക്ഷാധികാരി ബൈജു ഒപ്പ് എന്ന് തന്നെ ആയിരിക്കും. സിനിമ കണ്ടു കഴിഞ്ഞാൽ സിനിമ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഈ പേര് അല്ലാതെ വേറൊരു പേര് ചിന്തിക്കാൻ പറ്റൂല. ബൈജു എന്ന് പറഞ്ഞ ഒരാള് നമ്മുടെ എല്ലാവരുടെയും രക്ഷാധികാരിയാണ് ശരിക്കും. സിനിമയിൽ എല്ലാ ക്യാരക്ടേഴ്സിനെയും എല്ലാവരെയും ഹോൾഡ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ക്യാരക്ടറാണ് ബൈജു. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഒരു ഏട്ടന്റെ സ്ഥാനത്തുള്ള ഒരാള് എന്നുള്ള രീതിയിലാണ്, അങ്ങനെയാണ് രക്ഷാധികാരി നമ്മുടെ ബൈജു. എല്ലാ കാര്യത്തിലും പുള്ളി ഇടപെട്ടേച്ച് നല്ല രീതിയിൽ ഇടപെടും. എല്ലാവരെയും സേഫ് സൗണ്ട് ആക്കും. ഹെൽപ്പാണ് പുള്ളി. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പുള്ളി അപ്രോച്ച് ചെയ്യാം. ഓ അത് ശരി, അപ്പൊ പുള്ളി എല്ലാം സോൾവ് ചെയ്ത് തരും. ഓക്കെ, ഒരു വലിയ ജ്യേഷ്ഠൻ എന്ന നിലയ്ക്ക്. അല്ല, നമ്മള് ശരിക്കും നാട്ടിൽ കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പൊ ഒരു ബാറ്റ് വാങ്ങിക്കാന്ന് വിചാരിച്ചു. ബാറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മളെല്ലാവരും ഷെയർ ഇടുമ്പോൾ ഒരു എക്സ്ട്രാ ഒരു 10 രൂപ അല്ലെങ്കിൽ 20 രൂപ എക്സ്ട്രാ ഇടുന്ന ഒരാളുണ്ടല്ലോ. അപ്പൊ അയാളാണ് നമ്മുടെ മെയിൻ ആള്. അപ്പൊ പുള്ളി ആണ് പറയാ വൈകുന്നേരം 4 മണിക്ക് കളിയുണ്ട്, 4 മണിക്ക് എത്തിക്കൊള്ളണം, അല്ലെങ്കിൽ 10-ാം തീയതി ടൂർണമെന്റ് ഉണ്ട്, അല്ലെങ്കിൽ അതൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത് വളരെ മെയിൻ ആളും നമ്മളെ ഗ്രൗണ്ടിലെ പുള്ളി രക്ഷാധികാരിയാണ്. പക്ഷെ ഇത് സിനിമയില് പുള്ളി എല്ലാവർക്കും രക്ഷാധികാരിയാണ്. നാട്ടിലായാലും നാട്ടിലെല്ലാ പ്രശ്നങ്ങളും പിള്ളേരുടെ പ്രശ്നങ്ങളൊക്കെ എല്ലാത്തിലും പുള്ളി അങ്ങ് ഇടപെട്ട് എല്ലാം നല്ല നീറ്റാക്കി പോസിറ്റീവ് ആക്കി കൊടുക്കും. ആർക്കും ഒരു വേദന പാടില്ല, ഒരു ദുഃഖം പാടില്ല. പുള്ളി എല്ലായിടത്തും ഉണ്ട്. ദുഃഖം വരുന്നവർക്ക് പുള്ളിയെ കണ്ടാൽ ഒരു ആശ്വാസം, എന്തെങ്കിലും ഒരു ഹെൽപ്പ് കിട്ടും. അങ്ങനെ അതിനകത്ത് ശ്രീധന്യ ചെയ്ത ക്യാരക്ടർ ഏതാ? ഞാൻ ചെയ്തത് ഈ ബൈജുവിന്റെ എന്താ പറയാ ആദ്യത്തെ പ്രണയം, ബാല്യകാല സഖി. അപ്പം അത് എപ്പോഴും അങ്ങനെയാണല്ലോ പറയണ, എങ്ങനെയാണ് ആദ്യത്തെ പ്രണയം എപ്പോഴും പൊളിയും എന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ പിരിഞ്ഞു. പിന്നീട് രണ്ടുപേരും സെറ്റിലായതിനു ശേഷം നിർമ്മല എന്ന ക്യാരക്ടറിന്റെ പേര്, അവർ തിരിച്ചവിടെ എത്തുമ്പോൾ ഉണ്ടാവുന്ന ഒരു എന്താ പറയാ നഷ്ടപ്രണയത്തിന്റെ വേദനയൊക്കെ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് മൊത്തമായിട്ട് ഒരു നൊസ്റ്റാൾജിയ ഫീലിംഗ് ഉണ്ട് അല്ലേ? ഓക്കെ, അത് ശരിയാ. ദീപക് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത ടൈം ഏത്? സ്കൂൾ ഡേയ്സ് ആണോ കോളേജ്? സ്കൂളല്ല, സ്കൂളിൽ എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി ആ സമയത്താണ്. അതായത് നമ്മള് സ്കൂളൊക്കെ പഠിക്കുന്ന സമയത്ത് അച്ഛൻ പഠിപ്പിക്കുക എന്നുള്ളൊരു പരിപാടി ഉണ്ടായിരുന്നു. രാവിലെ എഴുന്നേറ്റ് ബുക്ക് എടുത്തിട്ട് വരാന്തയിൽ എഴുന്നിട്ട് വായിക്കുക. തീരെ താല്പര്യമില്ല. എന്നെ അടിക്കാൻ വേണ്ടി മാത്രം ഒരു ചൂരലുണ്ട് വീട്ടില്. അപ്പൊ അത് കഴിഞ്ഞ് പ്ലസ് ടു എന്നെ അവസാനമായിട്ട് അച്ഛൻ അടിച്ചത് 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത്. 10ാം ക്ലാസ്സിൽ അല്ലെ സ്കൂള് കട്ടാക്കിയിട്ട് 10ാം ക്ലാസ്സിൽ അതായത് സംഭവം എന്ന് വെച്ചാൽ എക്സാം അടുത്ത SSLC എക്സാം എടുത്ത് അപ്പോൾ സ്പെഷ്യൽ ക്ലാസ് വെച്ചിട്ടുണ്ട് സ്കൂളിൽ. അപ്പോൾ ഒരു ദിവസം അച്ഛൻ വന്ന് ചോദിച്ചപ്പോൾ
എന്നോട് പറഞ്ഞു എന്താ പോവാത്തെന്ന് ചോദിച്ചു. ക്ലാസ്സിന് ഞാൻ എനിക്ക് തലവേദനയെന്ന് പറഞ്ഞു. 2 ദിവസം ഇതേപോലെ തലവേദന വന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു നീ എന്തോ പ്രശ്നമാക്കിയിട്ടുണ്ട് സ്കൂളിൽ. അപ്പോൾ എൻ്റെ കൂടെ ഇന്ന് എൻ്റെ ക്ലാസ് ടീച്ചർ അതിൻ്റെ അടുത്താണ്, വീടിൻ്റെ അടുത്താണ് ക്ലാസ് ടീച്ചർ. അപ്പോൾ അച്ഛൻ പറഞ്ഞു എന്തായാലും നീ എൻ്റെ കൂടെ വന്നേ പറ്റൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും വരില്ലോ. അപ്പോൾ അവിടുന്ന് 2-3 അടിയൊക്കെ കൊണ്ട് അവസാനം ഞാൻ കരഞ്ഞോണ്ട് പോയി. അപ്പോൾ അവിടെ ക്ലാസ് ടീച്ചർ വീട്ടിൽ പോയി. ടീച്ചർ എന്നെ സമാധാനിപ്പിച്ചു. അപ്പോൾ എനിക്ക് വീണ്ടും ഉള്ളിൽ നിന്നൊരു വിഷമം വന്നത്. അതാണ് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്നെ അവസാനം ഇട്ടടിച്ചത്. പിന്നെ നമ്മുടെ തല്ലിയിട്ട് കാര്യമില്ല അച്ഛൻ വിചാരിച്ചോ അതോ അതോടുകൂടി നന്നായി? അതോടുകൂടി നന്നായി. ഓക്കെ. എനിക്ക് ശരിക്കും ദീപക് ശരിക്കും ഫസ്റ്റ് ഫിലിമില് ആർട്സ് ക്ലബ്, അതും ക്ലബാണ്. ഇപ്പൊ ചെയ്ത ഫിലിമിലും ഒരു ക്ലബുണ്ട്. ശരിക്കും നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഒരു ക്ലബൊക്കെ ഉണ്ട്? നാട്ടിലുള്ള ക്ലബിന്റെ പേര് കൊളാക്കീസ് എന്നാണ്. പരിഷ്കരിച്ചിട്ടേക്കുവാ. അതിന്റെ ഒക്കെ മെയിൻ എയിം എന്താണ് നിങ്ങളുടെ ക്ലബില്? അങ്ങനെയൊന്നുമില്ല. അതോ വല്ല സോഷ്യൽ വർക്ക്സ് ഉണ്ടോ? ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. നമ്മള് ടൈം പാസ് എന്ന് പറയാം. ഇപ്പം കുറെ ഞാൻ അവിടെ പോയിട്ട് ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ ഇപ്പം ക്ലബിലെ മെമ്പേഴ്സൊക്കെ മാറി പുതിയ മെമ്പേഴ്സൊക്കെ വന്നത്. ഇപ്പൊ ഞാനിപ്പോ പോകുന്ന സമയത്ത് അവിടെ എനിക്ക് പരിചയമില്ലാത്ത കുറെ മുഖങ്ങളൊക്കെ കാണാം. അപ്പൊ ഇവന്മാരിപ്പോ വന്നു എന്നുള്ളൊരു അവസ്ഥയില്ല. അപ്പൊ അങ്ങനെ കളി തന്നെയാണ്. അത്രേ ഉള്ളൂ. ഓക്കെ. തനിക്ക് ഇങ്ങനെ ഇതേമാരത്തെ വല്ല നൊസ്റ്റാൾജിയ ഫീലിങ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ സ്കൂൾ ടൈമില്, കോളേജ് ടൈംസില്? നമ്മുടെ നാട്ടില് ഈ പറഞ്ഞ പോലെ പെൺകുട്ടികൾക്ക് അങ്ങനെ ഒരു ക്ലബും ഗ്രൂപ്പും നടക്കില്ല. പെൺകുട്ടികൾ കൊക്കുകയല്ല. പിന്നെ നമുക്ക് ഇവര് കളിക്കണം നോക്കിയിരിക്കാം ഗ്രൗണ്ടിന്റെ സൈഡിൽ. അവനവന്റെ പറമ്പിനകത്ത് നിന്നോണ്ട് ഇങ്ങനെ നോക്കാനേ ഒക്കത്തുള്ളൂ. പിന്നെ ചേട്ടനുള്ളതുകൊണ്ട് കൊറേ അവന്റെ കൂടെ പോയിട്ടുണ്ട് കളിയൊക്കെ. അതൊക്കെ ഒരു നൊസ്റ്റാൾജിക് ഫീലാണ്. പിന്നെ പറമ്പുകള്, നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയാണല്ലോ, പറമ്പുകളിലായിരിക്കും കളിക്കുക. പിന്നെ കുറച്ച് കഴിയുമ്പോ പറമ്പില്ലാതെയാവും. അപ്പൊ അടുത്ത പറമ്പിലേക്ക് പോവും. അതെ, നമുക്കൊന്നും ഈ പറഞ്ഞ കൂട്ട് വീട്ടിൽ ഇരിക്കാനുള്ള നേരം കിട്ടുകയല്ലേ അല്ലെ? ഇപ്പത്തെ പിള്ളേരാണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടോന്ന് എനിക്കറിയാൻ മേലെ, ക്ലബ്ബൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കറിയത്തില്ല. നമുക്കൊക്കെ ആണെങ്കിൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പറമ്പിൽ പോവാ, അടുത്ത വീട്ടിൽ പോവാ, കളിക്കുക, അവിടുത്തെ പിള്ളേരുമായിട്ട് കളിക്കുക, മരത്തെ കയറുക, ഇതൊക്കെയാ. ഇപ്പത്തെ പിള്ളേർ എന്നതാ ഒരു ഫോണും വെച്ചൊരു ഇരുന്ന ഒരു 4 മണിക്കൂർ മിനിമം. പിന്നെ നമ്മുടെ എല്ലാതേലും ഒരു അലപ്പ് കേട്ടാലേ എണീക്കത്തുള്ളൂ അല്ലേ? ശരിക്കും ഈ പിള്ളേരൊക്കെ ഈ പറമ്പിൽ പോക്കുന്ന ആ ഒരു നല്ലൊരു ടൈം ഉണ്ടല്ലോ, അതങ്ങ് മിസ്. ഹെൽത്തി ലൈഫ് ഇല്ല, ഒട്ടുമില്ല. ഹെൽത്തി ഒട്ടുമല്ല. മോൾ ഇങ്ങനെയൊക്കെ ചെയ്യോ അതോ ഈ പറഞ്ഞ കൂട്ട് ഫോണിലൊക്കെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കും? ഫോൺ വാങ്ങിച്ചത് അല്ല അച്ഛനമ്മ, എനിക്ക് പറയാതിരിക്കാൻ പറ്റൂല. കാര്യം എന്താ പറയാ മോളെ, നമുക്ക് ഫോൺ വേണം, അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ വേണേ. പക്ഷെ അതിനകത്ത് അഡിക്റ്റഡ് ആയാലുണ്ടല്ലോ നമ്മൾ ഈ പറഞ്ഞ പോലത്തെ കുറെ നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്നൊക്കെ നമ്മൾ മിസ്സായി പോകും. അതുകൊണ്ട് ആവശ്യത്തിന് വെച്ചാൽ മതിയേ. എടുക്കാത്തോണ്ട് ഞാൻ പറയുക, ആവശ്യത്തിന് മതി. അതിനകത്ത് അഡിക്ഷൻ വന്നു പോയാൽ പിന്നെ പിടിച്ചാൽ കിട്ടുകയില്ല. ഈ രക്ഷാധികാരി ബൈജു എന്ന സിനിമയ്ക്കകത്ത് മോളെ എങ്ങനെയാ വന്നത്? ഞാൻ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു, കാമുകി എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം. അത് കഴിഞ്ഞ വർഷത്തെ 2015 ബെസ്റ്റ് ഷോർട്ട് ഫിലിമിന് നാഷണൽ അവാർഡ് കിട്ടിയതാണ്. അപ്പോൾ ആ ഷോർട്ട് ഫിലിം നമ്മുടെ രക്ഷാധികാരി ബൈജുപ്പിൻ്റെ ക്യാമറമാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രശാന്ത് സാറാണ് എന്നെ ഈ ക്യാരക്ടറിലേക്ക് സജസ്റ്റ് ചെയ്ത് സാർ വഴിയാണ് വന്നത്. അതിനകത്ത് ഭയങ്കരമായിട്ട് നല്ലതായിട്ട് അഭിനയിച്ചേക്കുവെന്നാ ശ്രീധന്യ പറഞ്ഞ്. ആ ക്യാരക്ടറിനെ കുറിച്ചും അതിനകത്ത് ചെയ്ത ഒക്കെ ഒന്ന് പറഞ്ഞു. ക്യാരക്ടറിൻ്റെ പേര് ശ്രീകല. അജു വർഗീസിൻ്റെ പേരായിട്ട്, അജുചേട്ടൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ഉണ്ണിച്ചേട്ടൻ്റെ പേരായിട്ട് ചെയ്തത്. അപ്പം ഉണ്ണിയുടെ പിറകെ നടക്കുന്ന ആണ് ശ്രീകല, ഉണ്ണിനെ കല്യാണം കഴിക്കാൻ വേണ്ടി. അപ്പം എല്ലാ കാര്യം പോസിറ്റീവായിട്ട് എടുക്കുന്ന ഒരു ക്യാരക്ടർ. ഉണ്ണിച്ചേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ കളിയാക്കാലും പിന്നെയും ഉണ്ണിച്ചേട്ടൻ പുറകെ നടക്കും. പിന്നെ നാട്ടിലെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ക്യാരക്ടർ, എന്ത് കാര്യവും വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരു പെൺകുട്ടി, എല്ലാം പോസിറ്റീവായിട്ട് കാണുന്ന ഒരു ക്യൂട്ട് ക്യാരക്ടർ അല്ലേ? ശരിക്കും അജു ചെയ്യുന്ന എല്ലാം മിക്കവാറും ഹ്യൂമർ ക്യാരക്ടർ മിക്സ്ഡ് ആണ്. ഇതിനകത്ത് അജു ചെയ്യുന്നത് മിക്സ്ഡ് ആണ്, ഹ്യൂമർ മിക്സ്ഡ് ആണ് അതിനകത്ത്. അപ്പൊ തനിക്കും ഇച്ചിരി ഹ്യൂമർ ഒക്കെ ഉണ്ടോ? അത്യാവശ്യം കുറച്ച്. അത് നല്ലതായിട്ട് ചെയ്തു അല്ലേ? ചെയ്യുന്നത് ഹ്യൂമർ തന്നെയാണ്. അവർക്ക് സീരിയസ് ആ, കാണുന്നവർക്ക് ഹ്യൂമർ. ഓ ഓക്കെ. അപ്പൊ പിന്നെ എന്നാ നല്ലൊരു ഇതാ ചെയ്തല്ലേ? ഷുഡ് അപ്രീഷിയേറ്റ്. നമ്മൾ കാണുന്നവർക്ക് അത് ഹ്യൂമർ, പക്ഷെ അവര് ചെയ്യുന്നത് ഭയങ്കര സീരിയസ് ആയിട്ടാ. ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യാം. ഭാവിയിൽ ഒരു വലിയ നായികയായിട്ടൊക്കെ നമുക്ക് കാണാം അല്ലേ? അഭിനയിച്ചതിലൊക്കെ അവാർഡ് ഉണ്ട്, ഒന്നില്ലെങ്കിൽ ഷോർട്ട് ഫിലിമിന് അല്ലെങ്കിൽ ആർട്ടിസ്റ്റിന്. അവാർഡ് ഏതൊക്കെ കിട്ടിയിടോ? ഫസ്റ്റ് ഫിലിമിന് സ്റ്റേറ്റ് അവാർഡ്, പിന്നെ കാമുകിക്ക് നാഷണൽ അവാർഡ്
ഡയറക്ടറിനും ഫിലിമിനും കിട്ടി. പിന്നെ വേറൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു മുന്നറിയിപ്പ്. അതിന് അടൂർ പാസി അവാർഡ് കിട്ടിയിട്ടുണ്ട്. എല്ലാത്തിനും ശ്രീധരനെ ഇത് ഏതാണ്ട് പഠിക്കാനിരിക്കുന്ന കൊച്ചു എല്ലാ ഫസ്റ്റ് റാങ്കും കൊണ്ടുപോകുന്ന പോലെ അവിടെ കൂടുതൽ വേണ്ട, എനിക്കൊരു ചിരിച്ചിരി കുശിപ്പ് വരുന്നുണ്ടോ. ഇഷ്ടംപോലെ അവാർഡ് വാങ്ങിച്ച ആളാ. അത്രയൊന്നുമില്ല, എന്നാലും ഇത് കേൾക്കുമ്പോ ഏതായാലും ഇത്രയും ഒരു കുശിപ്പ് വരികയല്ലേ, എല്ലാം മേടിച്ചോണ്ട് പോയല്ലോ എന്ന്. എനിക്ക് ഒരു അവാർഡ് കിട്ടിയിട്ടുള്ളൂ, ഫിലിമിന് ബാക്കിയുള്ള 2 അവാർഡ് മതിയല്ലോ, ഞങ്ങൾക്കൊക്കെ അതൊക്കെ അത്രയൊക്കെ കേട്ടാ മതി. ദീപക് ഇപ്പൊ കണ്ണൂരല്ലേ വീട്? ഞാൻ ഈ ഇടെ കണ്ണൂര് പോയായിരുന്നേ. അപ്പൊ അവിടെ ഒരു പ്ലസ് ഞാൻ കണ്ടെന്നാന്നറിയാം, എനിക്കത് പ്ലസ് ആയിട്ടാ ഫീൽ ചെയ്തത്. നേരത്തെ നമ്മൾ പറഞ്ഞ ഈ പറമ്പിൽ കൂടെ ഒക്കെ നടക്കുകയെന്ന്, അതെന്നാ കാരണം എന്നുള്ളത് ഞാൻ ചോദിച്ചിട്ടില്ല ആരോടും. ഞാൻ ട്രെയിനിലിരിക്കുമ്പോ ആ കണ്ണൂർ ബോർഡർ സ്റ്റാർട്ട് ചെയ്തെന്ന് വെച്ചോ, അവിടെ തുടങ്ങിയിട്ട് കണ്ണൂർ തീരുന്നിടം വരെ ഞാൻ നോക്കുമ്പോ ഈ ഒറ്റ വീടുകളിലും മതിലില്ല. അതന്നെ അവിടെ അങ്ങനെ ഒരു പ്ലസ് പോയിന്റ്. അത് ഇപ്പൊ ഞാൻ താമസിക്കുന്ന എൻ്റെ അച്ഛൻ്റെ വീട്ടിലാണ് ഞാൻ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ മതിലുകളൊക്കെ ഉണ്ട്, അഴീക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത്. അമ്മയുടെ വീട് പയ്യന്നൂരാ. അപ്പൊ അവിടെ മതിലുകൾ കുറവാ. ഞാൻ കുറെ ഇപ്പൊ ഞാൻ ഒരു 5 വർഷം മുന്നേ ഒക്കെ ആണെങ്കിൽ തീരെ മതിലില്ല. ഇപ്പൊ പുതുതായിട്ട് വരുന്ന വീടുകൾക്ക് മാത്രമേ മതിലുള്ളൂ. പഴയ വീടുകൾ ആ സമയത്ത് അവിടെയുള്ള വീടുകൾക്കൊന്നും മതിലില്ല. എല്ലാവരും എല്ലാവരുടെ വീട്ടിൽ കയറി ചെല്ലാന്നുള്ളൊരു അവസ്ഥയാണ്. അപ്പോൾ കഴിക്കാനാണെങ്കിലും ഇപ്പൊ ആ വീട്ടിൽ പോയിട്ട് ഉച്ചയ്ക്ക് ഫുഡില്ലെങ്കിൽ അവിടെ പോയി കഴിക്കാം, അങ്ങനെയുള്ള അവസ്ഥയാണ്. പിന്നെ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ ഉള്ളി ഇല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ നിന്ന് വാങ്ങിക്കാം. അല്ലെങ്കിൽ എൻ്റെ വീട്ടില് ഈ കറിവേപ്പിലയുടെ മരമുണ്ട്. അപ്പോൾ അവിടെയുള്ള എല്ലാ ആൾക്കാരും അവിടെ വന്നിട്ടാണ് കറിവേപ്പില പറിക്കാറ്. അപ്പൊ അങ്ങനെ എനിക്ക് തോന്നുന്നു അത്രയും നല്ല മനസ്സായിരിക്കും അല്ലെ, ആ ഒരു ഒരുമയും യൂണിറ്റി എന്നൊക്കെ പറയില്ലേ എന്ന് പറഞ്ഞ പോലെ ആ മനസ്സ് എല്ലാവർക്കും വരണം. അല്ലെങ്കിൽ ഒന്നും വേണ്ട, ഇപ്പം ദീപകിന് അത് ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റും. കാര്യം അവിടെ വീട്ടിലൊരു കാര്യം, ഒരു ആവശ്യം വന്നാൽ അവിടെ ചുറ്റുമുള്ള എല്ലാരും വരുവല്ലേ. ആ ശരിയാ, എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെയൊക്കെ സിനിമക്ക് ഒരുപാട് വരണം. കാര്യം എന്താണെന്നറിയാമോ, ആ ബന്ധങ്ങൾക്കുള്ള വാല്യൂ, ആ റിലേഷൻ, അവരെങ്ങനെ ഒരാളോട് അയൽവക്കക്കാരോട് പെരുമാറണം, ഇതൊക്കെ വന്നാൽ മാത്രമേ ശരിക്കും മറ്റേ സെൽഫിഷ്നെസ് മാത്രം മാറിക്കിട്ടും അല്ലേ ഒത്തിരി. പക്ഷെ അതിന് കുട്ടികളെ അങ്ങനെയല്ലേ വളർത്തണം ഇപ്പൊ പേരൻസ്. ആ സത്യം. അപ്പൊ പിന്നെ നമുക്ക് കൂടുതൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. സെൽഫിഷ് ആയിട്ട് നീ നിന്റെ കാര്യം നോക്കിയാൽ മതി, മറ്റുള്ളവരുടെ കാര്യം നോക്കരുത് അല്ലേ. ഇയാൾക്ക് പഠിച്ച് വലുതാവാൻ എന്നാ ആഗ്രഹം? ഞാൻ ഇപ്പം മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ BA മലയാളത്തിന് പഠിക്കാം. എനിക്കൊരു മലയാള അധ്യാപിക ആവാനാ താല്പര്യം. ഈ അവാർഡൊക്കെ പിന്നെ എന്തിനാ വെച്ചാൽ നടിയാവണ്ടേ? അതും ഉണ്ട്. എനിക്ക് ടീച്ചർ അഭിനയിക്കാൻ പോയ പിള്ളേര് അത് വെക്കേഷൻ നോക്കണേ. അപ്പൊ ശരിക്കും മനസ്സിലാകത്തെ ഒരു 100% ആണെങ്കിൽ ടീച്ചർ എത്ര പെർസെന്റേജ്, ആക്ട്രസ് എത്ര പെർസെന്റേജ്? അങ്ങനെയൊന്നുമില്ല, ടീച്ചറിന് കിട്ടിയ ടീച്ചർ അഭിനയിക്കുകയും ചെയ്യും. പക്ഷെ എന്നാന്നറിയാമോ, ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പൊ ശ്രീധന്യ പറഞ്ഞ പോലെ തന്നെ ഇയാൾ ചെയ്ത ക്യാരക്ടർ ഭയങ്കര സൂപ്പറായിട്ടാണ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു. അതൊക്കെ ദൈവം കനിഞ്ഞു തരുന്ന ഓരോ അനുഗ്രഹങ്ങളാണ്. അത് മിസ്സാക്കല്. ചുമ തമാശയ്ക്ക് ചോദിച്ചാലും അത്രയും അവാർഡ് കൂട്ടിയത് എന്നാത്തിനാന്ന് ചോദിച്ചാൽ പോലും മോൾക്ക് ജെന്യുവിനായിട്ട് അത് ഉണ്ട്. അപ്പൊ ഈ പറഞ്ഞ ഭയങ്കര ഒരു പാവം കുട്ടിയുമാതിരി തോന്നുന്നു അല്ലേ, ഒരു ശാലീന സുന്ദരി, ഇങ്ങനെ പാവടയും ബ്ലൗസും ഒക്കെ ഇട്ട് ഇങ്ങനെ വന്നിരിക്കുന്ന മാതിരിയൊക്കെ നല്ലതായിട്ട് ഫീൽ ചെയ്യുന്നു. ശരിക്കുമല്ലോ നമ്മുടെ പാഷൻ എന്താണോ അത് ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്ന് ഇൻകം കിട്ടുകയാണെങ്കിൽ സന്തോഷിക്കാൻ വേറെ ഒന്നും വേണ്ട അല്ലേ. നമ്മള് മനസ്സുകൊണ്ട് എന്നാ തൃപ്തിയാ അല്ലേ, അല്ലാതെ നമ്മള് ഫോഴ്സ്ഡ് ആയിട്ട് ഇന്ന ചെയ്യുന്നൊന്നുമില്ല അല്ലേ. ഇപ്പൊ നമ്മൾ ഈ കുറെ നമ്മുടെ ചൈൽഡ്ഹുഡ് ഒക്കെ പറഞ്ഞുകൊണ്ട് പോയി, സിനിമയുടെ വിശേഷങ്ങൾ ഒന്നും ചോദിക്കുന്നില്ല. ഞങ്ങളുടെ ബിജുവേട്ടൻ എങ്ങനെയായിരുന്നു? നല്ലല്ലേ ബിജുവേട്ടൻ? ആദ്യം കൃഷ്ണ പറയും, ബിജുവേട്ടൻ എങ്ങനെയായിരുന്നു? എനിക്ക് ഫസ്റ്റ് ഞാൻ ചെന്നപ്പോൾ എനിക്ക് ഫസ്റ്റ് ഷോട്ട് വിജയേട്ടനും വിജയരാഘവൻ സാറും ശാന്താമ്മ, ഹന ചേച്ചി, അവരെല്ലാവരും കൂടെ ഉള്ള ഷോട്ടാണ്. അപ്പോൾ ഞാൻ ആദ്യം വിജയേട്ടൻ കിടന്ന് ഇങ്ങനെ തിന്നു, എനിക്ക് എന്നെ ചെയ്യേണ്ടത് അറിയില്ലായിരുന്നു. പിന്നെ കൂട്ടായി നല്ല സപ്പോർട്ടാണ് ആള് എല്ലാവരും. ഭയങ്കര ജോളിയാ ബിജുവേട്ടൻ. അതാണ് ആദ്യം കുറച്ച് ബലം പിടിച്ചൊക്കെ നിന്ന ആര്? ബിജുവേട്ടൻ ഇല്ല, ഞാൻ പോയി സംസാരിക്കുക ചെയ്തു. അപ്പൊ നല്ല കൂളായിട്ട് വർത്താനൊക്കെ പറഞ്ഞു. വേറൊരു കാര്യമുള്ളത്, എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ അതേ വർഷം തന്നെ ബിജേട്ടന് സഹനടനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അത് പറഞ്ഞപ്പോ ആണോ, അപ്പൊ ബിജേട്ടൻ കുറെ അവാർഡ് കിട്ടിയിട്ടുള്ള കാരണം ബിജേട്ടന് എന്നെ അപ്പോഴും ഞാൻ കുഞ്ഞതായ ഓർക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. സന്തോഷം. ദീപക്ന എനിക്ക് അവാർഡൊന്നും കിട്ടിയിട്ടില്ല. ബിജുവേട്ടന് ശരിക്കും കുഞ്ഞിരാമായണത്തില് ബിജുവേട്ടൻ ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് എനിക്ക് പരിചയം ഉണ്ടായിരുന്നു. ഒരു
ക്ലൈമാക്സിലേക്ക് വരുന്നൊരു ക്യാരക്ടറായിട്ടാണ്, മനോഹർ എന്ന് പറഞ്ഞ ക്യാരക്ടറായിട്ടാണ് ബിജുവേട്ടൻ ചെയ്തത്. അപ്പോൾ ആ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പരിചയം ഉണ്ടായിരുന്നു. പിന്നെ ഇതിൽ ത്രൂ ഔട്ട് ബിജുവേട്ടൻ്റെ കൂടെ തന്നെയായിരുന്നു. അപ്പോൾ ആ സമയത്തുള്ളൊരു പരിചയം ശരിക്കും ഈ സമയത്ത് ഈ പടം ചെയ്യുമ്പോൾ കുറച്ച് എന്താ പറയുക, നമുക്ക് ബിജുവേട്ടനെ അറിയാമല്ലോ. അപ്പോൾ പിന്നെ ബിജുവേട്ടൻ എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഒരു പ്രാവശ്യം ഇതേപോലെ ചെയ്യുന്ന സമയത്ത് ഡയലോഗ് തെറ്റിപ്പോയി. അപ്പോൾ ബിജുവേട്ടൻ കുറച്ച് സീരിയസ് ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയേണ്ടത് മറന്നുപോയി, സ്ഥിരമായിട്ട് മറന്നുപോയി. അപ്പോൾ ബിജുവേട്ടൻ സോറി, കുഴപ്പമില്ല അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ല. അതിന് തെറ്റിച്ചു എന്ന് പറഞ്ഞാൽ അത് വലിയ ഇഷ്യൂസ് ആക്കി എടുക്കൊന്നുമില്ല. പിന്നെ ഇപ്പം ഒരു സിനിമയില് VP സത്യൻ എന്ന് പറഞ്ഞ ഫുട്ബോളർ ബേസ് ചെയ്തിട്ടാണ് സിനിമ. അതില് VP സത്യനായിട്ട് അഭിനയിക്കുന്നത് ജയസൂര്യാണ്. അതിൽ ഷർഫ് അലി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഫുട്ബോളർ തന്നെയാണ്. റിയൽ ലൈഫ് സ്റ്റോറിയാണ്. റിയൽ ലൈഫ് സ്റ്റോറി അല്ലേ അത്? പുള്ളി ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരാളാണ് ഷർഫ് അലി. അല്ല, അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ജീവിച്ചിരിക്കുന്ന ഒരാളുടെ നമ്മൾ ക്യാരക്ടർ ചെയ്യാൻ പോകുന്നത് ഏറ്റവും വലിയൊരു ഭാഗ്യം അദ്ദേഹം ജീവിച്ചിരിക്കുന്നു എന്നുള്ളത്. അദ്ദേഹത്തിന്റെ ക്യാരക്ടറാണ് ദീപക് ചെയ്യാൻ പോകുന്നത്. എപ്പോഴെങ്കിലും അദ്ദേഹത്തെ കണ്ടിട്ട് ഒന്ന് സംസാരിക്കണം എന്നോ അദ്ദേഹത്തിന്റെ മാനറിസംസ് മനസ്സിലാക്കണം എന്നോ തോന്നിയിട്ടുണ്ടോ? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതായത് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്ത് ഓൾമോസ്റ്റ് കഴിയാറായി. ഇനിയിപ്പോ കാണാൻ ആഗ്രഹം, സിനിമ റിലീസ് ചെയ്തിട്ട് കാണാൻ അഭിനയിച്ചു കഴിഞ്ഞു മൊത്തം. ഇനി എന്താ കാണാൻ പോകുന്നത്? അതാണ് ഞാനും ചോദിച്ചു. ഇനി എന്താ? അതല്ല, ശരിക്കും അങ്ങനെയൊക്കെ ഇല്ല. ഇതിപ്പോ കണ്ടിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ആൾക്കാർ പറയുമല്ലോ, അവൻ കണ്ടു പഠിച്ചിട്ടൊന്നും വന്നിട്ടില്ല. അങ്ങനെ ഒരിക്കലും പറയില്ല. കാര്യം എന്താണെന്നറിയോ, നമ്മളൊരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ആ ക്യാരക്ടറിന്റെ മാനറിസംസ് മാക്സിമം നമ്മൾ ഇൻവോൾവ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കും. കാരണം ലാലേട്ടനൊക്കെ അങ്ങനെ ചെയ്യാ. ചിലപ്പോ ദീപക് ചെയ്തു വരുമ്പോ അദ്ദേഹത്തിന്റെ പോലെ ആയിട്ടുണ്ടെങ്കിലോ? ശരിയായിരിക്കും ചിലപ്പോ. അല്ല, ആ ക്യാരക്ടർ വിത്തൗട്ട് സീയിങ് എ പേഴ്സൺ അത്രയും സക്സസ് ആക്കാനായിരിക്കും ചിലപ്പോ ദീപക് ശ്രമിക്കുന്നത്. ഇപ്പോഴാണ് ഞാൻ ചോദിക്കുമ്പോ അങ്ങനെ പറയാമല്ലോ. അതാ എന്റെ ക്യാരക്ടർ ഞാൻ ഇത്രയും ഇൻവോൾവ് ആയി എന്നുള്ളത് നാളെ പറയാം, അവാർഡ് കിട്ടുമ്പോ പറയാം. ഇപ്പോഴാണ് അങ്ങനെ പറയാമെന്നുള്ളൊരു ഐഡിയ എനിക്ക് മനസ്സിലായത് ചേച്ചി പറഞ്ഞപ്പോ. കുറെ നേരമല്ലേ വർത്തമാനം പറഞ്ഞ ഭക്ഷണം വേണ്ടേ? എടു താൻ എന്താണോ ഇങ്ങനെ ഭയങ്കര ഫോർമൽ ആയിട്ടൊക്കെ ഇരിക്കുന്നത്? തനിക്കൊന്നും എടുത്ത് വിളമ്പാൻ മേലേ? ഫുഡ് എങ്ങനെയുണ്ട്? ഭക്ഷണം നല്ലതാണ്? നന്നായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടമായി. ഓക്കെ, ദീപക? നന്നായിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാൻ കണ്ണൂരാണ്. കണ്ണൂർ അറിയാലോ, ഭയങ്കര എരിവല്ലേ അവിടെ? സ്പൈസാ? നല്ല എരിവാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, ശ്രീധന്യ? നല്ല ഇഷ്ടപ്പെട്ടു. അതല്ലേ അവര് സംസാരിക്കട്ടെ, ഞാൻ കഴിക്കാൻ പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ നമ്മള് ഹണി ചിക്കനാ കഴിച്ച, അത് ഇത്ര സ്പൈസി അല്ല. അത് കുറച്ച് സ്റ്റാർട്ടർ ആയതുകൊണ്ട് നമ്മൾ സോഫ്റ്റ് ആയിട്ട് കഴിച്ചിട്ട് പോയി. ഇന്ന് ഇച്ചിരി ശ്രീധന്യ വരുന്ന കുറച്ച് സ്പൈസി ആയിട്ട് കൊടുക്കാന്ന് വിചാരിച്ചു. രണ്ട് ഡിഫറെന്റ് ആയിട്ട് ആസ്വദിച്ച് കഴിക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ദീപകിന് ബേസിക്കലി എനിക്ക് തോന്നുന്ന ഒരു വില്ലൻ ക്യാരക്ടേഴ്സ് ഒക്കെ നല്ലതായിട്ട് ചേരും, പക്ഷെ ഒരു ഹീറോ നല്ലതായിട്ട് ചേരും. ദീപകിന് ഏറ്റവും കംഫർട്ട് ഏതാണ്? കോമഡി ആണോ, വില്ലൻ ആണോ, ഹീറോ ആണോ? അങ്ങനെയൊന്നുമില്ല. ഡയറക്ടേഴ്സ് സിനിമ വരുന്നതിനനുസരിച്ചിട്ടാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് സിനിമകളൊന്നും വന്നിട്ടില്ല. അപ്പോൾ തട്ടത്തിന്മരത്ത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സിനിമകൾ വന്നിട്ടില്ല. അങ്ങനെ ഒരുപാട് സിനിമയൊന്നും ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് സിനിമകൾ വരും, അതിൽ കുഴപ്പമില്ലാത്ത സിനിമകൾ ചെയ്തിട്ട്. അപ്പോൾ തിരയിലാണെങ്കിൽ നെഗറ്റീവ് ക്യാരക്ടറാണ് ചെയ്തത്. ഇപ്പോൾ കുഞ്ഞിരാമായണം എന്ന് പറഞ്ഞ സിനിമയിൽ ചെറിയൊരു കോമഡി ബേസ് ചെയ്തിട്ട ക്യാരക്ടറായിരുന്നു. ഡയറക്ടേഴ്സ് പറയുമ്പോൾ അനുസരിച്ച് കേട്ടിട്ട് ചെയ്യാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹം, സിനിമയാണ് ആഗ്രഹം. സിനിമ ചെയ്യാൻ എനിക്ക് തോന്നിയിട്ടില്ല. ആണോ? ഇയാള് ഭയങ്കര ഹ്യൂമർ ആയിരുന്നു. ഞാൻ സിനിമ കണ്ടവർക്ക് എല്ലാരും പറഞ്ഞത് താൻ ഭയങ്കര സീരിയസ് ആയിട്ടാണ് ചെയ്തതെന്നും പറഞ്ഞു. പക്ഷെ ചെയ്തപ്പം ഹ്യൂമർ ആയി. ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ, എന്റെ ക്യാരക്ടറിൽ തന്നെ സ്ത്രീകൾ ഉണ്ടെന്ന് എല്ലാരും പറഞ്ഞു, സെറ്റിലുള്ള എല്ലാരും പറഞ്ഞു. അപ്പൊ ഞാൻ നടക്കണ പോലെ തന്നെ, ഞാൻ ചിരിക്കണ പോലെ തന്നെ, ഞാൻ ചെയ്യണ പോലെ തന്നെ ചെയ്തു. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ ചോദിച്ചോട്ടെ, ഇത്രയും സൂപ്പർ ഹിറ്റ് ആയിട്ട് ഒരു മൂവി ഇറങ്ങി, നിങ്ങൾ അതിനകത്ത് എല്ലാവരും ഇൻവോൾവ് ആണ്. അപ്പൊ ശരിക്കും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു എന്താ പറയാനുള്ള പടത്തെ കുറിച്ച്? ഈ സിനിമ ഇപ്പോൾ എനിക്ക് ഒരു 10 വർഷം അല്ലെങ്കിൽ ഒരു 15 വർഷം കഴിഞ്ഞാലും ഈ സിനിമ കാണുമ്പം ഈ സിനിമയുടെ ആ ഫ്രഷ്നെസ് അതുപോലെ ഉണ്ടാവും. ശരിക്കും ആ സമയത്ത് നമ്മൾ ചിലപ്പോൾ ആലോചിക്കും, കുറെ കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് ചിലപ്പോൾ ഫീൽ ചെയ്തേക്കാം, തോന്നാം എന്തായാലും.